വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ കിഴക്ക് നിന്നും വിദ്വാൻമാർ എത്തി യേശുവിനെ നമസ്കരിച്ചു. അവന് പൊന്നും കുന്തിലക്കവും മൂരും കാഴ്ചവെച്ചു. മത്തായി 2:1-11 വരെ. വാന നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാരായ ഇവർ കിഴക്ക് ഉദിച്ച ഒരു പുതിയ നക്ഷത്രം കണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെക്കുറിച്ച് മനസ്സിലാക്കി. അവരുടെ യാത്രയ്ക്ക് നക്ഷത്രം GPS ആയി വഴികാട്ടി. 1000-ലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവിനെ അമ്മയായ മറിയോട് കണ്ടു. ശിശുവിന് കാഴ്ചകൾ അർപ്പിച്ചു, നമസ്കരിച്ചു. മത്തായി 2:9-11 വരെ. പണ്ഡിതന്മാരും ജ്ഞാനികളുമായ ഇവർ യേശുവിനെ ആരാധിച്ച് കാഴ്ചകൾ അർപ്പിച്ചു എന്നത് യാദൃച്ഛികമല്ല. വിദ്വാൻമാരുടെ സന്ദർശനത്തിൻ്റെ പുറകിൽ ഒരു ദൈവ ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു. വിദ്വാൻമാരുടെ മടങ്ങിപ്പോക്കിനെ തുടർന്ന് യോസെഫിന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോകണമായിരുന്നു. ഈ ഓടിപ്പോക്കിന് യാത്രാ ചെലവും ഈജിപ്തിലെ താമസത്തിനുള്ള ചെലവും അവർക്ക് വേണമായിരുന്നു. എവിടെ നിന്നും അതിനുള്ള പണമുണ്ടാക്കും? യേശുവിന് കാഴ്ചയായി ലഭിച്ച പൊന്നിൻ്റെ ഉപയോഗം അവിടെയാണ് ഉണ്ടായത്. ആ പൊന്ന് അവരുടെ ഭാവി ആവശ്യങ്ങൾക്കുള്ള ദൈവിക കരുതലായിരുന്നു. ദൈവം നമുക്ക് ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് നാം ചിന്തിക്കും. എന്നാൽ ദൈവം അതിനായി തക്ക കരങ്ങളെ നമുക്കായി ഉണർത്തും എന്ന് വിദ്വാൻമാർ യേശു കുഞ്ഞിന് അർപ്പിച്ച കാഴ്ചകൾ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനവും അറിവും സമ്പത്തും യേശുവിൻ്റെ മുൻപിലും അതോടൊപ്പം ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവരുടെ മുൻപിലും അർപ്പിക്കുന്നതിനുള്ള ആഹ്വാനമാണ് വിദ്വാൻമാർ നൽകുന്നത്. വിദ്വാൻമാരുടെ സന്ദർശനം 2 ചിന്തകളാണ് നൽകുന്നത്. ഒന്ന്, യേശു വർഗവർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരുടെയും ദൈവമാണ്. വിദ്വാൻമാർ പുറജാതികളിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് അവർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിക്കുന്നത്. മത്തായി 2:2. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്താഗതിക്ക് മാറ്റം സംഭവിച്ചു. യേശു യഹൂദന്മാരുടെ മാത്രമല്ല തങ്ങളുടെയും രാജാവാണ് എന്ന് അവർ അംഗീകരിച്ച് കാഴ്ചകൾ സമർപ്പിച്ചു. യെശയ്യാ 45:22 ഇപ്രകാരമാണ്: സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എൻ്റെ മുൻപിൽ ഏതു മുഴങ്കാലും മടങ്ങും. ശിമോൻ്റെ പാട്ടിൽ പറയുന്നത്, സകല ജാതികളുടെയും മുൻപിൽ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് 2:31. ജാതികൾ അവൻ്റെ വെളിച്ചത്തിൽ നടക്കുമെന്ന വെളിപ്പാട് 21-24 പറയുന്നത്. ക്രിസ്തു നമ്മളുടെ മാത്രം സ്വന്തമല്ല, അവൻ സകല ജാതികളുടെയും ദൈവമാണ്. 2, യേശുവിനെ കണ്ടുമുട്ടുന്നവർ ഇതുവരെയും യാത്ര ചെയ്ത വഴി ഉപേക്ഷിച്ച് വേറെ വഴിയായി യാത്ര ചെയ്യണം. യേശുവിനെ കണ്ട് ആരാധിച്ച വിദ്വാൻമാർ മടങ്ങിപ്പോയത് വേറെ വഴിയായിരുന്നു. മത്തായി 2:12. ഹെരോദാവ് നൽകിയ കൽപ്പന ശിശുവിനെ കണ്ടെത്തിയാൽ വന്ന് അറിയിക്കണം എന്നായിരുന്നുവല്ലോ. ക്രൂരനായി ഹെരോദാവിൻ്റെ കൽപ്പന ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ മരണവുമായിരുന്നു. എന്നാൽ വിദ്വാൻമാർക്ക് ലഭിച്ച രണ്ടാമതൊരു കൽപ്പന, നിങ്ങൾ ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്നായിരുന്നു. 2:12 വാക്യം. ആദ്യ കൽപ്പനയുടെ ലംഘനം മരണമായിരുന്നിട്ടും മരണത്തെ ഭയപ്പെടാതെ അവർ അനുസരിച്ചത് രണ്ടാമത്തെ കൽപ്പനയായിരുന്നു. എല്ലാ അധികാരങ്ങളെക്കാളും ഉപരി ദൈവിക അധികാരത്തെ അംഗീകരിച്ച വിദ്വാൻമാർ, ജ്ഞാനികളും ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും ധനവാന്മാരും ആയിരുന്ന വിദ്വാൻമാർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. ഇന്ന് നാം അവനെ അനുസരിക്കുന്നുണ്ടോ? യേശുവിനെ കണ്ടുമുട്ടുന്നവർ പഴയ വഴിയെ ഉപേക്ഷിക്കണം, പുതിയ വഴി തിരഞ്ഞെടുക്കണം. ഇന്ന് നാം സഞ്ചരിക്കുന്നത് പഴയ വഴിയിൽ കൂടിയോ അതോ പുതിയ വഴിയിൽ കൂടിയോ? അല്പം അറിവ് വർദ്ധിച്ചാൽ, സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ
സമ്പത്ത് വർദ്ധിച്ചാൽ പിന്നെ പലർക്കും കർത്താവിനെ വേണ്ട. ആരാധനയിൽ പങ്കുചേരണമെന്നോ തിരുശരീരത്തിൻ്റെ അംശികളാകണമെന്നോ കൂട്ടായ്മ അനുഭവം പങ്കിടണമെന്നോ ചിന്തിക്കാറില്ല. സഭയുടെ മെമ്പർഷിപ്പ് നിലനിർത്തണം. എന്തിനു വേണ്ടി? വിവാഹം കഴിക്കുന്നതിനും മരിച്ചു കഴിഞ്ഞാൽ സെമിത്തേരിയിൽ അടക്കപ്പെടുന്നതിനു വേണ്ടിയും മാത്രം. സത്യക്രിസ്ത്യാനികളുടെ ചിന്തയല്ല ഇത്. എന്നാൽ വിദ്വാൻമാരോ അവർ യേശുവിനെ കണ്ടു, ആരാധിച്ചു, വേറെ വഴിയായി മടങ്ങിപ്പോയി. ആംഗ്ലേയ കവിയായ T.S. എലിയറ്റ് തൻ്റെ ജേർണി ഓഫ് ദ മാഗി എന്ന കവിതയിൽ ജനനം കാണാനെത്തിയ വിദ്വാൻമാർക്ക് മരണം അനുഭവിച്ചു എന്ന പാടുന്നത്. അതായത് അവർ യേശുവിൻ്റെ ജനനം കാണുവാൻ വന്നു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആദ്യ സ്വഭാവം മരിച്ചു. അവർ പുതിയ മനുഷ്യരായി. ഈ പുതിയ അനുഭവമാണ് നമുക്കും വേണ്ടത്. പഴയ പ്രവൃത്തികളെ മരിപ്പിച്ച് പുതിയ വഴിയെ ഈ ക്രിസ്മസിൽ നമുക്കും സ്വീകരിക്കാം. അതായത് യേശു കാണിച്ചു തന്ന പുതിയ വഴിയിൽ കൂടി മാത്രം യാത്ര ചെയ്യാം. കർത്താവേ, നീ കാണിച്ചു തരുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. യാചനകൾ